വി എസിനെ കഴുതയെന്ന് വിളിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി ജി സുധാകരൻ. വി എസിനെ അങ്ങനെ വിളിക്കാൻ തന്റെ നാവ് പൊങ്ങില്ല. തന്റെ രാഷ്ട്രീയ ഗുരുവായ വി എസിനെ ആർക്കും അവഗണിക്കാനാവില്ലെന്നും ജി സുധാകരൻ റിപ്പോർട്ടറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വിശദീകരിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPIMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ പരാമർശം വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു ജി സുധാകരന്റെ വിശദീകരണം. 100 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നതിനേക്കാൾ നല്ലത് 100 കഴുതകളെ ഒരു സിംഹം നയിക്കുന്നതാണെന്ന തന്റെ പ്രസംഗത്തിലെ കഴുത എന്ന പരാമർശം വി എസിനെ ഉദ്ദേശിച്ചല്ല. വി എസിനെ അങ്ങനെ വിളിക്കാൻ തന്റെ നാവ് പൊങ്ങില്ല. ഇത് പൊതുവായിട്ട് പറഞ്ഞതാണ്. അതിപ്പോൾ ഉടനെ തന്നെ അത് വി എസിനെ പറ്റിയാണ്. വി എസിനെ പറ്റി കഴുത എന്നൊരു പദം പോലും ഉപയോഗിക്കാൻ എൻ്റെ നാവ് പൊങ്ങില്ല. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയും. അപ്പോൾ വി എസിനെ സംബന്ധിച്ചിടത്തോളം വി എസ് എൻ്റെ രാഷ്ട്രീയ ഗുരുവാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനകത്തൊന്നും അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ പറയുന്നതാണ് പറയുന്നവരുടെ നാക്കാണ് പിടുത്തു പോകേണ്ടത്. കഴിഞ്ഞ തവണ LDFന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയാവുക വി എസ് ആയിരുന്നു. വി എസിനെ അങ്ങനെ ആർക്കും അവഗണിക്കാനാവില്ല. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി ആരെന്ന് പറയുന്നവരുടെ ആത്മാർത്ഥത സംശയിക്കണം. വി എസും നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇലക്ഷനെ നേരിട്ടു. അന്ന് ഭൂരിപക്ഷം കൊണ്ട് അദ്ദേഹം തന്നെ ആയിരിക്കുമായിരുന്നു മുഖ്യമന്ത്രി എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ തവണയും അന്ന് ഭൂരിപക്ഷം 2-3 സീറ്റിന് കുറവല്ലേ ഉണ്ടായിരുന്നു. ആരാണ് മുഖ്യമന്ത്രി എന്നത് പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.